വലിപ്പം കുറവാണ്. ചിലപ്പോൾ വേറെ ടെക്നോളജി എല്ലാം ചെയ്യുമായിരിക്കാം, കണ്ടറിയാം. അപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തോരം വരെ ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പം നമ്മളിത് അവിടെ ആ ഗ്രണ്ടിൻ്റെ കാഴ്ചയും കൂടി കാണാം. ഇവിടുത്തെ പില്ലർ വർക്കിന് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. ഏതാണിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. എടപ്പള്ളിയിലെ പുതിയതായിട്ട് വരുന്ന ROBന്റെ പില്ലർ വർക്ക്സ് ആണ്. ആക്ച്വലി ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ടൈം പ്ലാനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കൊന്ന് തന്നെ ചെറുതായി വീഡിയോസ് അപ്ഡേഷൻ കണ്ടല്ലോ. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് NH-66 ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാണാനാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ലുലു മോളിലെ സൈഡായിട്ടുള്ള എടപ്പള്ളിയിലെ പുതിയതായിട്ട് വരുന്ന ROBന്റെ താഴത്താണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന റോഡ് നമ്മുടെ VP മണിക്കാർ റോഡിലോട്ട് ക്രോസ് ചെയ്യുന്ന റോഡാണ് നമ്മളുടെ എടപ്പള്ളി ഭാഗത്തു നിന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേഷൻ കാണാൻ വേണ്ടി വന്നായിരുന്നു. ആക്ച്വലി പെട്ടെന്ന് തന്നെ വർക്കൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി ROBന്റെ അടിയിലാണ്, നമ്മുടെ ലുലു മോളിൻ്റെ ഭാഗത്താണ്. നേരെ റെയിലിൻ്റെ അപ്പുറം വരുന്നത് കുന്നുംപുറം ഏരിയയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അടിയിലത്തെ കുറച്ച് കാഴ്ചകൾ കാണാം. അപ്പോൾ നമ്മളിതാ നേരെ അങ്ങോട്ട് പോവുകയാണേ. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മളീ നടക്കുന്നത് ഭാവിയിലെ NH-66 ഫുട്പാത്താണെന്ന് തോന്നുന്നു. കണ്ടറിയാൻ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ഇനി റോഡ് പൊങ്ങോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതിക്കാറ് ഫുട്പാത്താണ്. പ്രൈസറി കാണുന്നത് എടപ്പള്ളിയിലെ പണ്ടത്തെ തോടാണ്. ആക്ച്വലി പണ്ട് നല്ല വെള്ളമായിരുന്നു, ഇപ്പോൾ യാതൊരു യൂസും ഇല്ലാത്തൊരു വേസ്റ്റ് വാട്ടറായി. വളരെ വളരെ മോശമായിട്ടുണ്ട് ഇപ്പോൾ വെള്ളത്തെ കളറൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് എടപ്പള്ളിയിലെ പുതിയതായിട്ട് വരുന്ന ROBന്റെ പില്ലർ വർക്ക്സ് ആണ്. ആക്ച്വലി ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും വർക്ക് ആരംഭിച്ചത് കുറച്ച് മന്ദേ ആയിട്ടുള്ളൂ. ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും പില്ലേഴ്സ് കംപ്ലീറ്റ് ആയായിരുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുത്തെ അടിപൊളി കാഴ്ച കാണാം. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിത്തിൻ 1 ഇയർ തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പില്ലറിന് എണ്ണുന്നില്ല, എണ്ണ വിൽക്കാൻ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ എണ്ണുന്നില്ല. അപ്പോൾ ഇത്രയും ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ JCBനെ കണ്ടായിരുന്നു. നമ്മുടെ പില്ലറിന് മുകളിലും മറ്റേ ഹൈ ഗ്രൈൻഡർ വെക്കാനായിട്ടുള്ള കമ്പിയൊക്കെ മുകളിലേക്ക് എത്തിക്കാനുള്ള JCB കണ്ടായിരുന്നു. പിന്നെ ഇവിടെ നല്ല രീതിയിലുള്ള പൊടിയുണ്ട്, അതുകൊണ്ട് ഒരു മാസ്ക് വെച്ച് വേണം വരാനായിട്ട്, അല്ലെങ്കിൽ പണി പാളും. അപ്പോൾ നമ്മളിതാ താഴത്തേക്ക് ഇറങ്ങിയിട്ടുള്ള കാഴ്ച ഇനി കാണാം കേട്ടോ. ജസ്റ്റ് ഇവിടെ ഹൈ ഗ്രൈൻഡർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അവിടുത്തെ ആ ഗ്രൈൻഡറിൻ്റെ കാഴ്ചയും കൂടി കാണാം. ഇവിടുത്തെ പില്ലർ വർക്കിന് ഇത്രയും കംപ്ലീറ്റ് ആയിട്ടുണ്ടോ. ഏതാണിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. എന്തായാലും നല്ല സ്പീഡിൽ തന്നെ വർക്ക് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അതെന്തായാലും ഒരു ബിഗ് സല്യൂട്ട് ഫോർ മോദിജി. അപ്പോൾ ഇതാണ് ആ കാഴ്ചകൾ. അപ്പോൾ ഇതാണ് നമ്മളുടെ പുതിയ ഫുട്പാത്ത്. ഇനി ഫുട്പാത്താണോ റോഡാവോ എന്നുള്ളത് ഭാവിയിൽ കണ്ടറിയാം. അപ്പോൾ നമ്മളിത് ഇറങ്ങി നേരെ ഹൈ ഗ്രൈൻഡറിൻ്റെ കാഴ്ച കാണാൻ പോവുകയാണ്, പുതിയതായിട്ട് നിർമ്മിക്കുന്നത്. ഈ പാലത്തിൻ്റെ മുകളിലൊക്കെ എന്നുള്ള ഗ്രൈൻഡറിൻ്റെ കാഴ്ച കാണാൻ പോവുകയാണ്. പച്ച കമ്പിയാണ് കേട്ടോ. കമ്പിയൊക്കെ പച്ച പെയിൻറ്റ് ചെയ്തുകൊണ്ട് അത് തുരുമ്പിക്കാതിരിക്കാൻ വേണ്ടിയായിരിക്കണം പച്ച പെയിൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന കമ്പിയിലാണ് അത് നിർമ്മിക്കുന്നത്. കമ്പി കണ്ടോ, അടിപൊളിയല്ലേ. എന്തായാലും പാലത്തേക്കാട് സ്ട്രോങ് ആണെന്ന് തോന്നുന്നു. പണ്ടത്തെ പാലത്തേക്കാടും ഇപ്പോഴത്തെ അല്ല, പണ്ടത്തെ. അപ്പോൾ അത് കാണുന്നതാണ് നമ്മുടെ ഹൈ ഗ്രൈൻഡർ. അപ്പം നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചയും കണ്ടിട്ട് ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച കാണാം. എന്തായാലും ഒരു രക്ഷയില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ ഇത്രയും ആവും ഞാൻ യാതൊരു പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആവും നമ്മൾ യാതൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. അതിന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് മോദിജിക്ക് കൊണ്ടൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പുതിയ ROBന്റെ പില്ലേഴ്സ്. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ NH-66 ലേറ്റസ്റ്റ് കമ്പികൾ. അപ്പോൾ നമ്മളിപ്പോൾ താഴത്തെ കാഴ്ച കണ്ടല്ലോ, ഈ കമ്പി കൊണ്ടാണ് നമ്മുടെ പാലം നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ ഇതിൻ്റെ മുകളിലത്തെ കാഴ്ച പാக்கலாம். അപ്പോൾ നമ്മളിതാ നേരെ മുകളിലോട്ട് പോവുകയാണ്. നമ്മളിതാ മുകളിലെത്തി. നമ്മളിപ്പോൾ നിൽക്കുന്നത് കുന്നുംപുറം സൈഡാണ്. കുന്നുംപുറം സൈഡിലെ എടപ്പള്ളിയിലെ പഴയ പാലത്തിൻ്റെ മുകളിലാണ്. ആക്ച്വലി ഈ പാലം കംപ്ലീറ്റ് ആനായിട്ട് 15 കൊല്ലത്തിന് എടുത്തായിരുന്നു നമ്മളിപ്പോൾ നിൽക്കുന്ന പാലം. പക്ഷേ പുതിയ പാലം നല്ല സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ നമുക്കൊന്ന് ആ പുതിയ പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഒന്ന് കാണാം. അപ്പം നമ്മളിത് നടന്ന് നേരെ ആ ഭാഗത്തോട്ട് നീങ്ങുവാണ്. ആക്ച്വലി ഈ കാണുന്ന പുല്ലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ലതായിരിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെയൊക്കെ പാമ്പ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ദയവായി കാണുന്ന പുല്ലും മണ്ണൊക്കെ ഒന്ന് വൃത്തിയാക്കുവാണെങ്കിൽ നമ്മുടെ ഈ പാലം തന്നെ കുറേ നാളും കൂടി ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തല്ലിപ്പൊളിഞ്ഞ് പോകേണ്ടി വരും. കണ്ടോ, മെയിൻ്റെനൻസ് വരുമ്പോൾ നമുക്ക് ഈ പാലത്തിൽ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു കണ്ടിട്ട്. അപ്പം നമുക്ക് ആ പുതിയ പാലത്തിൻ്റെ മുകളിലത്തെ അപ്ഡേഷൻ ഒന്ന് കാണാം. അപ്പോൾ ഇവിടുത്തെ കോൺക്രീറ്റ് വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്, വളരെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് എന്തോരം വരെ ആയിട്ടുണ്ടെന്ന് നോക്കാം, ജസ്റ്റ് അറ്റം വരെ നടന്നിട്ട്. ആക്ച്വലി ഇതിൻ്റെ കോൺക്രീറ്റിംഗ് വർക്ക് വളരെ സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആയായിരുന്നു. കമ്പ്യൂട്ടർ ഉടനെ തന്നെയായിരുന്നു ഈ വർക്ക് കംപ്ലീറ്റ് ആയത്. എന്തായാലും ആ കാര്യത്തിൽ നമ്മുടെ കേരളം ശരിക്കും മുന്നേറിയിട്ടുണ്ട്.
അല്ലെങ്കിൽ സാധാരണ ഒരു 10-40 കൊല്ലമൊക്കെയാണ് ഒരു പാലം പണി കംപ്ലീറ്റ് ആകാൻ നമ്മുടെ കേരളത്തിൽ വേണ്ടത്. ഇതെന്തായാലും നല്ല സ്പീഡിൽ തന്നെ, അത് ഒരു കൊല്ലം ആകുന്നതിന് മുമ്പ് തന്നെ ഇത്രയും വരെ വർക്ക് കംപ്ലീറ്റ് ആയതിന് നമ്മുടെ കേന്ദ്ര സർക്കാരിന് ഒരു ബിഗ് സല്യൂട്ട്, നമ്മുടെ മോദിജിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ലെവലിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് നടന്ന് നോക്കാട്ടോ. നമ്മളിപ്പോൾ കുന്നുംപുറത്ത് നേരെ എടപ്പള്ളി ഭാഗത്ത് നടക്കുന്നതാണ്. ഇവിടെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ കുറച്ച് ഭാഗത്ത്. അതെന്തായാലും ഉടനെ തന്നെ കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മുടെ ഉടനെ ചാനലിൽ വീണ്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ പുതിയ അപ്ഡേഷനും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും കേട്ടോ. ഇത് നമ്മളിപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേഷനാണ്. ഇനിയുള്ള പുതിയ അപ്ഡേഷനും നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഐക്രാൻഡോത്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടി പണിയുണ്ട്. എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ ആയിട്ടോ, ഒന്നും പറയാനില്ല. മിക്കവാറും ഇത് 1 ഇയറിനുള്ളിൽ തന്നെ ഈ പാലം കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടറിയാം. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് രാവിലെ 7 മണി ആയതുകൊണ്ടാണ് വലിയ ട്രാഫിക് ഇഷ്യൂ ഇല്ലാത്തത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് നല്ല കട്ട ട്രാഫിക് ഇഷ്യൂ ഉണ്ടാകുന്നതാണ്. എന്തായാലും ഈ പാലം ഒന്ന് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകാൻ വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കുന്നു. ഉടനെ തന്നെ കംപ്ലീറ്റ് ആകണം. കാരണം ഓൾമോസ്റ്റും ഒരു 40-50% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 40% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയും കംപ്ലീറ്റ് ആകുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഐഗ്രാൻഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിത് കുന്നുംപുറം ഭാഗത്ത് നിന്ന് നേരെ എടപ്പള്ളി ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ജമണ്ടൻ ക്രെയിൻ കണ്ട, ആ ക്രെയിൻ വെച്ചാണ് നമ്മളുടെ ഈ കാണുന്ന ഗ്രൈൻഡർ മുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതൊക്കെ. കുറച്ച് മുമ്പ് ഒരു ക്രെയിൻ ഉണ്ടായിരുന്നു, ആ ക്രെയിൻ ഇപ്പോൾ കൊണ്ടുപോയായിരുന്നു. ഇനി കണ്ടറിയാം ഇതിന് ഇടയ്ക്ക് വെച്ച് നിൽക്കോ ഇല്ല എന്നുള്ളത് അറിയത്തില്ല. എന്തായാലും നിൽക്കത്തില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മുടെ തിരുവനന്തപുരം തുടങ്ങി കാസർഗോഡ് പോകുന്ന NH-66 അല്ലേ, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് നമുക്ക് ഇനി സ്പീഡിൽ പോകാം നമ്മുടെ സ്വന്തം വണ്ടി തന്നെ. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഈ കാണുന്നതാണ് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്. NH-66 പുതിയ എടപ്പള്ളിയിലെ ROB. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് നേരെ അടുത്ത് നമ്മളിനി വരാപ്പുഴ പാലത്തിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമ്മൾ കാണുന്നതാണ് കേട്ടോ. ഈ വീട് തന്നെ ഉണ്ടാകും. അപ്പോൾ ഇത്രയും വരെ നമ്മുടെ ഐഗ്രാൻഡർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കണ്ടോ, ഇനി ഇവിടെ കുറച്ച് പില്ലർ കംപ്ലീറ്റ് ആകാനുണ്ട്. പിന്നെ റെയിലിൻ്റെ നേരെയും വരാനുണ്ട് കേട്ടോ. റെയിൽവേ ബ്രിഡ്ജിന് ഇവിടെ ഒന്നും ആയിട്ടില്ല. ഇത്രയും വരെ ഈ വർക്ക് ആയിട്ടുണ്ട്. അപ്പം ഇന്നിവിടെ 2-3 പില്ലർ കൂടി ആകുമായിരിക്കാം. അത് കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. അതെന്തായാലും നമ്മുടെ റെയിൽവേ ടീമല്ലേ പണിയേണ്ടത്, അറിയത്തില്ല, ജസ്റ്റ് ഒന്നുള്ളൂ. അപ്പോൾ എന്തായാലും ഇത്രമായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി നേരെ ഈ റെയിലിൻ്റെ അപ്പുറത്തെ മുകളിലത്തെ ഭാഗം കൂടി നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽ ക്രോസ് ചെയ്ത് നമ്മളിത് എടപ്പള്ളി ഭാഗത്തെത്തി. ഇവിടെ ഒത്തിരി ഐഗ്രാൻഡർ ഇൻസ്റ്റാൾ ചെയ്തത് കാണാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഇനി ആ പാലത്തിൻ്റെ മുകളിൽ നോക്കുമ്പോൾ തന്നെ ഈ സൈഡും മിക്കവാറും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നടുക്കത്തെ കുറച്ച് ഈ പാലത്തിൻ്റെ സെൻറ്ററിൽ വരേണ്ട കുറച്ച് പില്ലേഴ്സും കൂടി ആകാനുണ്ട്. അത് മിക്കവാറും ഉടനെ തന്നെ ആകുമായിരിക്കണം. കാരണം ഇത്രയും സ്പീഡിലായെങ്കിൽ തന്നെ അതും കൂടി സ്പീഡിൽ ചെയ്യുമായിരിക്കാം. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ച കണ്ട് നമ്മളിനി മടങ്ങാൻ പോകുന്നത് നമ്മുടെ വരാപ്പുഴ ഭാഗത്തേക്കാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. വടപ്പൻ സ്പീഡിൽ തന്നെ നമ്മൾ നിൽക്കണ പാലമാണ്. ഭയങ്കര സ്ലോയിൽ കംപ്ലീറ്റ് ആയത്. ഓൾമോസ്റ്റ് ഒരു 15 കൊല്ലത്തോളം വെയിറ്റ് ഉണ്ട്. 2003 തുടങ്ങിയിട്ട് 2012-13 തോന്നുന്നു ഈ പാലം കംപ്ലീറ്റ് ചെയ്തത്. ആക്ച്വലി എൻ്റെ കറക്റ്റ് ഇയർ എനിക്ക് ഓർമ്മയില്ല. ഒരു 10-15 കൊല്ലം എടുത്തായിരുന്നു. കാരണം ഞാൻ കുട്ടിയായിരുന്ന സമയത്തായിരുന്നു ഈ വർക്ക് ആരംഭിച്ചത്. പക്ഷേ വലുതായപ്പോഴാണ് ഈ പാലം കംപ്ലീറ്റ് ആയത്. അങ്ങനെ നമ്മളിപ്പോൾ എടപ്പള്ളിയിലെ ROBൻ്റെ അടിയിലത്തെ കാഴ്ചയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് എവിടെ എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ റെയിലിൻ്റെ ഇപ്പുറം നമ്മുടെ കുന്നുംപുറം ഭാഗത്താണ്. കണ്ട ഇത്ര ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചയും കഴിഞ്ഞിട്ട് നമ്മൾ ഇനി വരാപ്പുഴ ഭാഗത്തോട്ട് പോകുമ്പോൾ അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാ വണ്ടിയിട്ട് തിരിച്ചു. നമ്മൾ സൂക്ഷിച്ചും കണ്ടാ പോകണം. കാരണം മുകളിൽ നിന്ന് വല്ല കല്ലുംകട്ടയൊക്കെ വല്ല വീണുണ്ടെങ്കിൽ പണി പാകും. അതുകൊണ്ട് വളരെ കെയർ ചെയ്തിട്ടൊക്കെ തന്നെ നമ്മൾ പോകുന്നത്. സേഫ് സോണിൽ തന്നെയാണ്. നമ്മൾ വർക്കേഴ്സിന് യാതൊരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാതെയാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കണ്ടല്ലോ, ഇവിടെ 2-3 പില്ലർ കൂടെ വരുമായിരിക്കണം. അപ്പോൾ നമ്മൾ എടപ്പള്ളി ROBയിലെ കുന്നുംപുറത്തെ അടിയിലത്തെ കാഴ്ച കണ്ടല്ലോ. പിന്നെ നമ്മളിനി ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുന്നുംപുറം ജംഗ്ഷനിലാണ്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാകുമോ, 100% ഉണ്ടാകുമോ എന്നുള്ളത് കണ്ടറിയാം. എങ്ങനെയാണെന്നുള്ളത് അറിയത്തില്ല. ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ
വർക്ക് പോലെ പൈലിങ് നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഫ്ലൈ ഓവർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ ഭാഗത്ത്. എനിക്കറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത്, അത് കണ്ടറിയാം ഭാവിയിൽ എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടുത്തെ കാഴ്ച കണ്ടില്ല. ഇനി നമുക്ക് ഈ റോഡ് ഈ ഭാഗത്തുള്ള NH-66 അപ്ഡേഷൻ കുറിച്ച് കണ്ടിട്ട് നമുക്ക് വഴാപ്പുഴ ഭാഗത്തോട്ട് കാണാം. അപ്പോൾ ഇവിടെ ഈ ചില ഭാഗത്തൊക്കെ സർവീസ് റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് പണ്ടത്തെ NH-17 ആയിരുന്നു. അതിപ്പോൾ കംപ്ലീറ്റ്ലി പൊളിച്ച് മാറ്റി ഇപ്പോൾ NH-66 കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പഴയ NH-17 ആയിരുന്നു നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യണത്. എന്തായാലും ആ റോഡ് ഒരു പണ്ടത്തെ ഒരു ഓർമ്മയിലുണ്ട്. അന്ന് ആ കാലത്ത് ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കത് ഷൂട്ട് ചെയ്യാമായിരുന്നു. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ക്യാമറയൊന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ നമ്മളിതാണ് ആ NH-17 ആണ്. ഇതിപ്പോൾ NH-66 കൺവേർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ ആകണം. അപ്പോൾ നമ്മളിതാ NH-17 മാറി NH-66 പുതിയ സർവീസ് റോഡിലേക്ക് കയറുന്നുണ്ടോ. ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് കൂടെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് സർവീസ് റോഡാണ് NH-66. ആദ്യം ഇത് NH-17 ആയിരുന്നു കേട്ടോ. അവിടെ ഇത്രയും വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ, കണ്ടാ പൊളിയല്ലേ. അപ്പോൾ നമുക്ക് ഇതാണ് പുതിയതായിട്ട്, ഇത് NH-17 ആയിരുന്നു, അത് കംപ്ലീറ്റ്ലി പൊളിച്ചിട്ട് ഇപ്പോൾ NH-66 ആക്കി ഈ കാണുന്ന റോഡ്. അപ്പോൾ നമുക്കിനി ഒന്ന് ജസ്റ്റ് ആ സർവീസ് റോഡിലൊന്ന് ട്രാവൽ ചെയ്ത് നോക്കാം, ഇവിടുത്തെ കാഴ്ചയും കണ്ടിട്ട്. ശരിക്കും നല്ല രീതിയിൽ മാറ്റം ഇവിടെ വന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് NH-66 സർവീസ് റോഡിലോട്ട് പ്രവേശിക്കുകയാണേ. ഇതായിരുന്നു പണ്ടത്തെ റോഡ്, നമ്മുടെ ചേരനല്ലൂരിലേക്ക് പോയിരുന്ന പഴയ റോഡ്. അതിപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ക്രാഷ് കാർഡാണ് നമ്മുടെ NH-66 ഉള്ളത്. എന്തായാലും NH-66 അതിന് മുമ്പുള്ള പഴയ ചെറിയ അപ്ഡേഷൻ നമ്മുടെ ചാനലിൽ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ പഴയ വീഡിയോ ഒന്ന് കാണാൻ പറ്റും. ആക്ച്വലി നമ്മുടെ ഈ ഭാഗത്തുള്ള പഴയ ഓർമ്മകളൊക്കെ കിട്ടോട്ടോ. അത്ര പഴക്കമുള്ളതല്ല, എന്നാലും ഒരു 2-3 കൊല്ലം പഴക്കമുള്ള അപ്ഡേഷൻ നമ്മുടെ ചാനലുണ്ട്. പിന്നെ NH-66 വർക്ക് സ്റ്റാർട്ട് ആണതിന് മുമ്പുള്ള അപ്ഡേഷനും ഉണ്ട്. അപ്പോൾ നമ്മളിതാ സർവീസ് റോഡിൽ നിന്ന് നേരെ ആ റോഡിലോട്ട് പ്രവേശിച്ച് നമ്മളിതാ വഴാപ്പുഴ ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെയൊക്കെ നല്ല റാപ്പിഡ് സ്പീഡിലാണ് വർക്ക് നടക്കുന്നത്. എന്തായാലും ഈ പാത കൊണ്ട് നമ്മുടെ ട്രാഫിക് ബ്ലോക്ക് മാറിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ പണി പാടും. കണ്ട ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം വന്നു പോയി. പണ്ട് ഇവിടെ കുറച്ച് ബിൽഡിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ച് മാറ്റിയായിരുന്നു. ഓക്കെ, കണ്ട എന്തായാലും. അപ്പോൾ നമ്മളിനി നേരെ ചേർന്നൊരു സിഗ്നൽ ഭാഗത്തോട്ട് പോവുകയാണ്. ഇവിടെ എല്ലായിടത്തും ക്രാഷ് കാർഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ ചേരനല്ലൂർ കുന്നുംപുറം ഏരിയയിലാണ് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും റൈറ്റ് സൈഡിലെ കാഴ്ച നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണാം കേട്ടോ. ഇപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കാഴ്ച കാണാം. ആക്ച്വലി ഒരു ഡൗട്ടാണ്, വേറെ ഒന്നുമല്ല. നമ്മുടെ KCBൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ മാറ്റിയിട്ടില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് ആരംഭിക്കുന്ന മുമ്പ് തന്നെ ഇലക്ട്രിക് പോസ്റ്റൊക്കെ മാറ്റേണ്ടതല്ലേ. രണ്ട് സൈഡിലും മാറ്റിയിട്ടുണ്ട്. അപ്പം നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കാഴ്ച കാണാം, തിരിച്ചു വരുമ്പോൾ നമുക്ക് റൈറ്റ് സൈഡിലെ കാഴ്ച കാണാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. ഇവിടെയായിരുന്നു പെട്ടെന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ആയത്. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്തായാലും ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആയി. ആക്ച്വലി ബിൽഡിംഗ് പൊളിക്കാനായിരുന്നു കുറച്ച് ഡിലേ ഉണ്ടായിരുന്നത്, പക്ഷേ ഇത് പണിയുന്നത് നല്ല സ്പീഡിലാണ്. ഒത്തിരി ബിൽഡിംഗ് ആണ് നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പോയച്ചത്. എന്തായാലും അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ചേരനല്ലൂർ സിഗ്നൽ ഭാഗത്തോട്ട് പോവുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ആ വഴാപ്പുഴയിലെ കാഴ്ചയും പാക്കലാം. അങ്ങനെ നമ്മളിതാ ചേരനല്ലൂർ സിഗ്നലിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ടായിരുന്നതാണ്, അത് കംപ്ലീറ്റ്ലി പോയി. പിന്നെ നിങ്ങൾക്ക് ഇതിനെ പഴയ അപ്ഡേഷൻ കാണണം, പണ്ടത്തെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ NH-66 മുമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനലിൽ കുറച്ച് മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ചേരനല്ലൂർ സിഗ്നൽ ഭാഗത്തെത്തി. ഇവിടെ ഫ്ലൈ ഓവറിൻ്റെ പില്ലറുകൾക്ക് വളരെ സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ പാലം കൂടി കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മളിതാ സിഗ്നലിൽ ഒന്ന് സ്ട്രക്കായി കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒന്നായിരുന്നു സിഗ്നലിൽ. അങ്ങനെ നമ്മുടെ സിഗ്നൽ മാറി നമ്മളിതാ നേരെ വഴാപ്പുഴ സൈഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാ നമുക്ക് കാഴ്ചകൾ പാക്കലാം. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഇപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ശരിക്കും മാറിപ്പോയേ പണ്ടത്തെ കാഴ്ചകൾ വെച്ചിട്ട്. ആക്ച്വലി ഇവിടെ സർവീസ് റോഡ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല, ഉണ്ടാകുമായിരിക്കാം, കണ്ടറിയാം. ഇവിടെ അണ്ടർപാസ് ഉണ്ടാവുമെന്നോ നമുക്ക് നോക്കണം. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സിഗ്നലിൽ വേണ്ടിയിരുന്ന ഒരു ബട്ടർഫ്ലൈ മോഡൽ ഫ്ലൈ ഓവറാണ്. എന്തായാലും ഇപ്പോൾ സാധാരണ ഫ്ലൈ ഓവർ വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള നമ്മുടെ വഴാപ്പുഴ പാലത്തിന് മുമ്പുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ബിൽഡിങ്സ് ഉണ്ടായിരുന്നതാണ്, അത് കംപ്ലീറ്റ്ലി പോയി. നിങ്ങൾക്ക് ആ പഴയ കാഴ്ച കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ പഴയ വീഡിയോയിലുണ്ട്. ഇവിടുത്തെ പണ്ടത്തെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് എൻ്റെ പഴയ ഈ ചാനലിലുണ്ട്, കുറച്ച് പഴയ വീഡിയോയിൽ കാണാൻ പറ്റും.
അപ്പോൾ നമ്മളിതാ വാഴാപ്പുഴ പാലത്തിൽ പ്രവേശിക്കാൻ പോവുകയാണേ. നമ്മളിതാ പുതിയ വാഴാപ്പുഴ പാലത്തിൻ്റെ കാഴ്ച കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ എന്തോരം അപ്ഡേഷൻ ആയിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇത് ലേറ്റസ്റ്റ് അപ്ഡേഷനാണ്. എന്തായാലും ലെഫ്റ്റ് സൈഡിലുണ്ടായ ഒത്തിരി സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി, നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വാഴാപ്പുഴ പാലത്തിൻ്റെ അടുത്തെത്തിക്കൊണ്ടിരിക്കുന്നു, പ്രവേശിക്കാൻ പോകണം. അപ്പോൾ നമുക്ക് പുതിയ NH-66 വാഴാപ്പുഴ പാലത്തിൻ്റെ കാഴ്ച നമുക്കിപ്പോൾ കാണാം, എന്തുമാത്രം അപ്ഡേഷൻ ഉണ്ടെന്ന് നോക്കാം. അങ്ങനെ നമ്മളിതാ വാഴാപ്പുഴ പാലത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മളിതാ വാഴാപ്പുഴ പാലത്തിൻ്റെ എൻട്രൻസിലോട്ട് പ്രവേശിക്കാനായിട്ട് പോവുകയാണ്. ഓൾമോസ്റ്റും എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ വാഴാപ്പുഴ പാലത്തിൻ്റെ എൻട്രൻസിൽ പ്രവേശിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നടന്നുള്ള NH-66 പുതിയ വാഴാപ്പുഴ പാലത്തിൻ്റെ അപ്ഡേഷൻ നമുക്ക് പக்கலாம். അങ്ങനെ നമ്മളിതാ നടന്ന് ഏകദേശം ഒരു 1-2 കിലോമീറ്ററോളം ദൂരം ഉണ്ടെന്ന് തോന്നുന്നു ഈ പാലം തന്നെ. കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അപ്പോൾ നമ്മൾ നടന്നാണ് ഈ പാലത്തിൻ്റെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ടുള്ള അപ്പുറം സൈഡിൽ നമ്മൾ പുതിയ അപ്ഡേഷൻ പാക്കുന്നത്. എന്തായാലും പില്ലറൊക്കെ നല്ല സ്പീഡിൽ തന്നെ ആയിട്ടുണ്ട്, നോക്കിക്കോളൂ, കണ്ടോളൂ. 1 പില്ലർ 2 എന്തായാലും നമ്മൾ കംപ്ലീറ്റ് ഉണ്ടാകാൻ നിൽക്കൊന്നുമില്ല. അങ്ങനെ നമ്മളിതാ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഗ്രൈൻഡറൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ പാലം തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ നടക്കുന്ന പഴയ വാഴാപ്പുഴ പാലം കംപ്ലീറ്റ് ആകാനായിട്ട് ഭയങ്കര വർഷം, ഒരു 10 കൊല്ലത്തിൽ മേലെ എടുത്തായിരുന്നു. അതേ നമ്മുടെ കുട്ടിക്കാലത്തായിരുന്നു ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തതും. ഒരുവിധം വലുതായപ്പോഴാണ് ഈ പാലം കംപ്ലീറ്റ് ആയതും. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷെ അന്ന് പേര് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലായിരുന്നു, നമ്മുടെ ക്യാമറയൊന്നും ഇല്ലാത്തതുകൊണ്ട്. എങ്കിൽ അതൊരു നമ്മുടെ മനസ്സിലെ ഓർമ്മയുണ്ട് ഈ പാലത്തിൻ്റെ, നമ്മളിപ്പോൾ നിൽക്കുന്ന പാലത്തിൻ്റെ വർക്കൊക്കെ. അങ്ങനെ നമ്മളിതാ വാഴാപ്പുഴ പാലം നടന്നു നമ്മുടെ NH-66 പുതിയ വാഴാപ്പുഴ പാലത്തിൻ്റെ അപ്ഡേഷൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ വാഴാപ്പുഴ പാലത്തിലൂടെ നടന്ന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇനിയും നടക്കാനുണ്ട് കേട്ടോ. താഴെ നമുക്ക് ഗ്രൈൻഡർ ഇൻസ്റ്റലേഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഈ പുതിയ പാലം കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ ആ താഴെ കാണുന്നത് പണ്ടത്തെ NH-16 റോഡാണ്. പണ്ട് ഇവിടുന്ന് ഫെറി കടന്നായിരുന്നു അപ്പുറം പോയിരുന്നു വെച്ചത്. എന്തായാലും ഈ പാലം വന്നേ പിന്നെ ആ ഫെറിയും പോയി. പണ്ടത്തെ QR കാണുന്ന റോഡ്, ആ താഴെ കാണുന്നത് പണ്ടത്തെ NH-17 ആയിരുന്നു. അത് അവിടുന്ന് താഴെ കാണുന്ന ഭാഗത്ത് ചേർന്നൊരു ബസ് സ്റ്റാൻഡ് ഉണ്ടായിച്ചത്. പണ്ടത്തെ നല്ല QR പണ്ട് ഫെറി അടക്കാനായിട്ട്. ഇപ്പോഴും നല്ല കുട്ടിക്കാലം എനിക്കിപ്പോൾ നല്ല ഓർമ്മയുണ്ട്. ഇവിടെ നിന്ന് അപ്പുറം ഫെറി അടക്കാൻ വേണ്ടി അത്ര നല്ല കട്ട പോസ്റ്റ് ഉണ്ടായ സമയമൊക്കെ. അപ്പോൾ ഈ കാണുന്നുണ്ട് ആ റോഡ് NH-17 പണ്ടത്തെ. ഇവിടെ നിന്ന് അപ്പുറത്തേക്ക് ഫെറി കടന്നായിരുന്നു പോയിരുന്നത്. നല്ല ട്രാഫിക് ഉണ്ടായിരുന്ന സമയത്ത്. ഈ വാഴാപ്പുഴ പാലം വന്നേ പിന്നെ ആ ഫെറിയൊക്കെ പോയി. ഇപ്പോൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ ബ്ലോക്ക് നേരെ പോസ്റ്റ്പോണ്ടായി നമ്മുടെ എടപ്പള്ളി സ്റ്റേഷൻ ഭാഗത്തേക്ക് എത്തി. കണ്ടോ? എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പുതിയ പാലം കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആക്ച്വലി ഇവിടെ എത്തിയപ്പോൾ എന്താണെന്ന് അറിയില്ല, പില്ലറിൻ്റെ നമ്മുടെ ഇത് വീതി ഇത്തിരി കുറഞ്ഞ പോലെ തോന്നിയായിരുന്നു. എന്തായാലും എനിക്കറിയത്തില്ല, നമ്മുടെ ടെക്നീഷ്യനൊന്നും അല്ല, കണ്ടറിയാം എങ്ങനെയാവുമെന്നുള്ളത്. കണ്ടോ? ഗ്രൈൻഡറൊക്കെ ഒത്തിരി അവിടെ താഴെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഈ പാലം റെഡിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും നമ്മുടെ എടപ്പള്ളിയിലെ ROBയും ഈ പാലമൊക്കെ ഒരുമിച്ചായിരിക്കും ചിലപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. അങ്ങനെ നമ്മളിതാ പുഴ കാണുന്ന നടുക്കെത്തിയ പാലത്തിൻ്റെ പുഴയുടെ വ്യൂ ഭാഗത്ത് എത്തിയിട്ടുണ്ട്.
അങ്ങനെ നമ്മളിതാ വഴപ്പുഴ പാലത്തിൻ്റെ സെൻറ്റർ എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നമുക്കൊരു ജമണ്ടൻ ക്രെയിൻ കാണാം, പിന്നെ താഴെ പൈലിംഗ് വർക്ക് നടക്കുന്നുണ്ട്, പുഴ എടുക്കുള്ളൂ അതും കാണാൻ പറ്റും. പിന്നെ ഒരു ചെറിയൊരു വർക്കേഴ്സ് നടക്കാനുള്ള പാലവും കാണാം. നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്നത് നമ്മുടെ കടമക്കുടി വഴപ്പുഴ ഏരിയ ഒക്കെ ഉണ്ടോ, ആ നേരെ ഒരു കിടിലൻ പള്ളിയുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയുള്ള ഇവിടെ നമ്മൾ ഭാവിയിൽ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതാണ് ആ കാണുന്ന ചെറിയ പാലം. വർക്കേഴ്സിന് പോകാനായിട്ട് നമുക്ക് പോകാൻ പാടില്ല, വർക്കേഴ്സിനുണ്ട, വർക്കേഴ്സിന് അങ്ങോട്ട് പോകാനാണ്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ആ കാണുന്ന കഴയും ഈ എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങിയതായിരുന്നു. ഇതേ കണ്ടു നോക്കിയേ. അപ്പോൾ ഇത്രയും വർക്കായിട്ടുണ്ട് പുതിയ പാലത്തിൻ്റെ. അപ്പം നമുക്ക് അപ്പുറം കുറച്ചും കൂടി നീങ്ങിയിട്ടുള്ള ആ കാഴ്ചയും പാக்கலாம். അങ്ങനെ നമ്മളിത് നടന്ന് വഴപ്പുഴ പാലത്തിൻ്റെ അപ്പുറം സൈഡ് എത്താറായിട്ടുണ്ട്. എന്തായാലും നടന്ന് ഒരു ടയർഡായി, ഒരു വിധമായി. നല്ല ലോങ് ഉണ്ട് കേട്ടോ. ആക്ച്വലി ഈ വീഡിയോ ലെങ്ത് ആയതിന് സോറി, കാരണം വേറെ ഒന്നുമല്ല, ഇത്തിരി ലെങ്തി ഫയൽ ചെയ്തിട്ടൊന്ന് നോക്കാമെന്ന് ഇത്തിരി ലെങ്തി ആക്കി എടുത്തത്. സാധാരണ നമ്മുടെ വീഡിയോ 8 to 10 മിനിറ്റാണ് നമ്മൾ ചെയ്യാറുള്ളത്. അതായത് ഇത് 32 മിനിറ്റ് വന്നതിന് സോറി, ഒന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നതായും. അപ്പം നമ്മളിത് വഴപ്പുഴ പാലത്തിൻ്റെ എൻ്റെ എത്താറായി. ഇവിടെ ഒരു പില്ലർ വർക്കിൻ്റെ പുഴ ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പൈലിംഗ് വർക്ക് കാണാൻ പറ്റും കണ്ട. അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കിയേ, ഇതാണ് പൈലിംഗ് വർക്ക് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഓൾമോസ്റ്റ് നമ്മൾ ആ ഏരിയ എത്തി, കാഴഭാഗത്ത് എത്തി. ഇവിടെയും പില്ലറിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്, ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടറിയാം എത്ര നാൾ എടുക്കുമെന്നുള്ളത്. എന്തായാലും 2025 ആകുമ്പോഴത്തേക്കും മിക്കവാറും ഒരു 90% വർക്കെങ്കിലും കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിതാ വഴപ്പുഴ പാലത്തിൻ്റെ കഴഭാഗത്ത് നമ്മൾ ഈ കാണുന്ന കഴയില്ലേ, ആ 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് കംപ്ലീറ്റ്ലി വെള്ളത്തിനടിയിലാണ്. ആ കാണുന്ന വീടിൻ്റെ ഒരു നില ലെവൽ വരെ, ഒരു നില അല്ല, കംപ്ലീറ്റ്ലി ആ വീട് മുങ്ങിപ്പോയായിരുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത്. അതെന്തായാലും നമ്മുടെ വീഡിയോ ഉണ്ടത്, അതൊന്നും നമ്മുടെ ചാനലിൽ രണ്ടാമത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ആ വീഡിയോ ഒക്കെ മൊബൈലിൽ പണ്ട് ഷൂട്ട് ചെയ്തായിരുന്നു, സാധാരണ മൊബൈലിൽ. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യണത് ഗോപ്രോ ക്യാമറയിലാണേ. നമ്മൾ ഈ വഴപ്പുഴ പാലത്തിൻ്റെ എൻ്റെ വരെയുള്ള കാഴ്ചകൾ നമ്മൾ പകർത്തുള്ളൂ. അപ്പുറത്തേക്കുള്ളത് നമുക്ക് പിന്നെ പോയി ഷൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഇത്രമാത്രം വർക്ക് കംപ്ലീറ്റ് ഒത്തിരി പില്ലേഴ്സ് കൂടെ ആയിട്ടുണ്ട്. പക്ഷേ ഈ പില്ലേഴ്സിൻ്റെ വലിപ്പം മതിയാവുമോ എന്നുള്ളത് എനിക്ക് ഡൗട്ടുണ്ട്. കണ്ടറിയാം എങ്ങനെയാണെന്നുള്ളത്. ആക്ച്വലി നമ്മൾ എൻജിനീയറോ ടെക്നീഷ്യനോ അല്ല. ഇനി പാലം പോലെ ആകാതിരുന്നാൽ മതിയായിരുന്നു. കണ്ടിട്ട് എനിക്ക് ഇതിനെപ്പറ്റി യാതൊരു ഐഡിയയും കിട്ടുന്നില്ല എങ്ങനെ വന്നതെന്നുള്ളത്. ചില പില്ലേഴ്സിന് വലിപ്പമുണ്ട്, ചില പില്ലേഴ്സിന് വലിപ്പം കുറവാണ്. ചിലപ്പോൾ വേറെ ടെക്നോളജി എല്ലാം ചെയ്യുമായിരിക്കാം, കണ്ടറിയാം. അങ്ങനെ നമ്മളിതാ ഓൾമോസ്റ്റ് നമ്മുടെ വഴപ്പുഴ പാലത്തിൻ്റെ എൻഡ് എത്താറായി. അങ്ങനെ നടന്ന് ഒരു പരിവമായി. എന്തായാലും അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. എന്തായാലും ഒത്തിരി താഴെ കാണുന്ന ഭാഗത്ത് നല്ല മാറ്റം വന്നിട്ടുണ്ട്. എന്തായാലും നമ്മുടെ പഴയ വീഡിയോ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പഴയ കാഴ്ച ഒന്ന് കാണാൻ പറ്റും കേട്ടോ, 2012 ഇതൊക്കെ. എന്തായാലും അങ്ങനെ നമ്മളിതാ വഴപ്പുഴ പാലത്തിൻ്റെ എൻഡ് എത്തി. ഇവിടെ എല്ലായിടത്തും ഓൾമോസ്റ്റും പട്ടയുന്ന സ്പീഡിൽ തന്നെയാണ് പില്ലർ കംപ്ലീറ്റ് ആകുന്നത്. ഇനി ഐഗ്രാനും കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി ഉടനെ തന്നെ അതിൻ്റെ വാർക്കൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മിക്കവാറും നമ്മുടെ എടപ്പള്ളി ROBയും ഈ പാലവും ഒരുമിച്ചായിരിക്കും വർക്ക് കംപ്ലീറ്റ് ആവുന്നത്. ഒരു 1 ഇയറിൽ തന്നെ രണ്ടും കംപ്ലീറ്റ് ആവുമെങ്കിൽ നമ്മളെ റെക്കോർഡ് വേഗത്തിലായിരിക്കും ഇതിൻ്റെ ഇത് വരുന്നത്. റോഡിൻ്റെ വർക്ക് വരുന്ന റെക്കോർഡ് വേഗത്തിലായിരിക്കും.
അത് താഴെ കാണുന്ന റോഡൊക്കെ കണ്ടോ നല്ല രീതിയിൽ മാറിപ്പോട്ടോ. പണ്ടൊരു വഴിയായിരുന്നു നമ്മൾ ഈ കാണുന്നത് അടിയിൽ കൂടി ഉണ്ടായിട്ടത്. പിന്നെ ഇവിടുന്ന് ഈ പാലത്തിന് താഴത്തേക്ക് ഇറങ്ങാൻ സ്റ്റെപ്പും ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പൊക്കെ പൊളിച്ചളഞ്ഞിപ്പോൾ. ഇപ്പൊ സ്റ്റെപ്പ് മാറിയിട്ട് ഇപ്പൊ നമുക്ക് റോഡ് പോലെ ആയിട്ടുണ്ട്. നടന്ന് കയറാൻ പറഞ്ഞ രീതിയായിട്ടുണ്ട് ഇപ്പൊ. കണ്ട ഇവിടുത്തെ പില്ലറിന് വീതിയുണ്ട്. ആ പില്ലറിന് ഇത്തിരി വീതി കുറവ് പോലെ എനിക്ക് തോന്നിയായിരുന്നു. അതാണ് എന്താ ടെക്നോളജി എന്ന് മനസ്സിലാകാത്തത്. അപ്പോൾ നമ്മളിത് വഴപ്പുഴ പാലത്തിൻ്റെ എൻ്റെ ഭാഗത്തെത്തി. എന്തായാലും ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡിൽ ഒത്തിരി ബിൽഡിങ്സും ഉണ്ടായിരുന്നു. പിന്നെ ഈ പാലത്തിന് താഴത്തെ കയറുന്ന സ്റ്റെപ്പൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റി. ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ട്. നമ്മൾ ഈ കാണാത്ത താഴ്ന്ന ഭാഗത്തൊക്കെ നന്നായിട്ട് വെള്ളം കയറിയ സ്പോട്ടാണുണ്ടോ 2012. എന്തായാലും ആ വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചാനൽ പോസ്റ്റ് ചെയ്യാം. അപ്പം നമ്മൾ ഇനി ജസ്റ്റ് ഒന്ന് യൂട്ടേൺ എടുത്തിട്ട് നേരെ നമ്മളിനി എടപ്പള്ളി സെഹങ്ങാല ഭാഗത്തോട്ടും കൂടിയാണ് പോകുന്നത്. എന്തായാലും നമ്മൾ കുന്നുംപുറം വരെയുമ്പോൾ റീഷൂട്ട് ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മളിത് യൂട്ടേൺ എടുക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ടോ നല്ല സ്പീഡിൽ തന്നെ ഇവിടെയൊക്കെ വർക്ക് ആയിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫുട്പാത്തിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരുവിധം കംപ്ലീറ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മണ്ണന്തുരുത്താണ്. ഇതൊരു ദ്വീപാണ് നമ്മളിപ്പോൾ ഉള്ളത്. എന്തായാലും അടിപൊളി ദ്വീപ് തന്നെയാണ്. പക്ഷേ വെള്ളമാണ് ശോകം. അങ്ങനെ നമ്മളിതാ യൂട്ടേൺ എടുക്കാൻ പോവുകയാണ്. യൂട്ടേൺ എടുത്ത് നമ്മൾ തിരിച്ച് നേരെ വന്ന ഭാഗത്തേക്ക് തന്നെ പോകണേ കേട്ടോ. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷെഡിലാണ് നമ്മുടെ വർക്കേഴ്സൊക്കെ താമസിക്കുന്നത്. എന്തായാലും അവർക്കൊരു ബിഗ് സൈഡ് കൊടുക്കണം. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് അവർ കഷ്ടപ്പെടുന്നത്. അങ്ങനെ നമ്മളിതാ ചേലനല്ലൂരിൻ്റെ സീനിയർ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടെയൊക്കെ നല്ല മാറ്റമായി മാറിപ്പോയത് കേട്ടോ. പണ്ടത്തെ കാഴ്ച മുതൽ ശരിക്കും മാറിയായിരുന്നു. ആക്ച്വലി നമ്മൾ ഈ പോകുന്ന റോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് കഴിഞ്ഞാണ് കണ്ടെയ്നർ റോഡ് വന്നത്. ഇപ്പോൾ ഒരു പുതിയ ഫ്ലൈ ഓവറും കൂടി ആയി. ഇനി നാളെ എന്തൊക്കെയാകുമോ എന്നുള്ളത് ഭാവിയിൽ കണ്ടറിയാം. എന്തായാലും ഇവിടുത്തെ സിഗ്നൽ ബ്ലോക്ക് മാറുമോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ അപ്പുറം കടന്ന് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണേ. ആ കണ്ടെയ്നർ കാണാൻ എളുപ്പമുള്ളതല്ലേ ലെഫ്റ്റ് സൈഡിലുള്ള. അങ്ങനെ നമ്മളിതാ ഓൾമോസ്റ്റ് നമ്മളുടെ ചേലനല്ലൂർ ഏരിയ ഇവിടെയൊക്കെ ഉണ്ടാക്കിയാണ്. കണ്ട കുറച്ച് ഷോറൂംസൊക്കെ ഈ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സർവീസ് റോഡ് ഉണ്ടോ. സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ആണെങ്കിൽ നമുക്ക് സുഖമായിരിക്കും. പക്ഷേ അവർ കംപ്ലീറ്റ്ലി ആക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് മനസ്സിലാകാത്ത ഈ പോസ്റ്റ് മാറ്റാതെ എന്താണ് ഇവന്മാർ വർക്ക് ചെയ്യണമെന്നാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഈ പോസ്റ്റൊക്കെ മാറ്റേണ്ടതല്ലേ. നോക്കിയേ, ഇവിടുത്തെ മാറിയിരുന്നുണ്ടാ. നമ്മുടെ കുറച്ചൊക്കെ മാറ്റിയിരുന്നുണ്ട് ലെഫ്റ്റ് സൈഡുള്ള. പണ്ട് ഇത്തിരി കയറിയ പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ റൈറ്റ് സൈഡിലെയും പോസ്റ്റ് പറഞ്ഞാൽ തന്നെ മാറുമായിരിക്കും. അങ്ങനെ നമ്മളിത് കുന്നുംപുറം ഭാഗത്തേക്ക് വീണ്ടും എത്തി. ഇപ്പം നമ്മൾ നേരത്തെ റൈറ്റ് സൈഡിലെ കാഴ്ച ഉണ്ടല്ലോ. അപ്പം നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ കാഴ്ചയാണ്. ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡോട് പ്രവേശിച്ചു. ആ സർവീസ് റോഡ് ഒന്ന് ചുമന്ന് കറങ്ങുകയാണ്. നമ്മളപ്പോൾ NH66 പുതിയ സർവീസ് റോഡാണ് നമ്മൾ കാണുന്നത്. അതിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ പുതിയതായിട്ട് വന്നത് ക്രാഷ് കാർഡും കാണാൻ പറ്റും. എന്തായാലും അത് കംപ്ലീറ്റ് ആക്കുന്ന ലേറ്റസ്റ്റ് മിഷൻ വെച്ചാണെന്ന് തോന്നുന്നു. അത് നമ്മൾ പഴയ ഏതൊരു സ്ഥലത്ത് വീഡിയോ കണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ആ മിഷൻ ഇവിടെയും കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ആ മിഷൻ എത്തിയാറില്ല. ഈ ഭാഗത്തൊക്കെ സർവീസ് റോഡ് കംപ്ലീറ്റ് ആയിരുന്നു. കണ്ട ടാറിങ് കണ്ടാവണ്ട. പക്ഷേ മൊത്തത്തിലായിട്ടില്ല കേട്ടോ. കുറച്ചേ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ NH66 ആദ്യത്തെ സർവീസ് റോഡ് നമ്മൾ പ്രവേശിച്ചു. അങ്ങനെ നമ്മളിനി യൂട്ടേൺ എടുത്ത് നമ്മൾ തിരിച്ച് വീണ്ടും അങ്ങോട്ട് തന്നെ പോകുന്നുണ്ട്. പല റോഡ് നമ്മുടെ NH66 മെയിൻ റോഡോട് പ്രവേശിക്കുകയാണ്. കണ്ട ഈ ട്രാൻസ്ഫോമറൊക്കെ ഒന്ന് മാറ്റമുണ്ട് ഇവിടെ നിന്ന് സത്യത്തിൽ. എനിക്കറിയത്തില്ല എന്താ ഉദ്ദേശം എന്നുള്ളത്. മാറ്റമായിരിക്കാം, എന്നിട്ട് അറിയുമായിരിക്കും. അങ്ങനെ വീണ്ടും നമ്മൾ NH66 മെയിൻ റോഡോട് പ്രവേശിച്ചു. എന്തായാലും അടിപൊളിയല്ലേ. എന്തായാലും ഇത്രയും പെട്ടെന്ന് ഞാൻ ഈ റോഡ് ഇത്ര ആകുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും ഉടനെ തന്നെ ഇത് കംപ്ലീറ്റ് ആകട്ടെ. എങ്കിൽ പിന്നെ നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നു പോകും. കാരണം കേരളത്തിൻ്റെ ആദ്യത്തെ 6 പാതയല്ലേ. അങ്ങനെ നമ്മളിതാ വീണ്ടും കുന്നുംപുറം ഭാഗത്തോട്ട് പോവുകയാണ്.
എൻ്റെ പൊന്നോ ഒരു രക്ഷയാ. വീണ്ടും നമ്മളിതാ സർവീസ് റോഡിലോട്ട് പ്രവേശിച്ചു. അടുത്ത സൈഡിലുള്ളത് കണ്ട, ഇവിടെ ശരിക്കും നല്ല രീതിയിൽ മാറിപ്പോട്ടെ. പണ്ടത്തെ കാഴ്ചയായിട്ട് യാതൊരു ബന്ധവുമില്ല. നല്ല രീതിയിലുള്ള മാറ്റം വന്നേക്കുന്നത്. അപ്പോൾ ഇതാ JCBയിലേക്ക് മണ്ണ് കയറ്റുന്നത് കാഴ്ച നമ്മൾ കണ്ടു. യമണ്ട സാധനം ഉണ്ടോ, JCBന്ന് മറ്റേ ടോറസ് ലോഡിലേക്ക് മണ്ണ് കയറുന്ന കാഴ്ച പറന്ന് തെറ്റിപ്പോയി. കണ്ട, അത് നടക്കാത്ത KCBയുടെ പോസ്റ്റ് മാറ്റാറുള്ള ഈ ഭാഗത്ത്. അതെന്തായാലും ഉടനെ തന്നെ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സർവീസ് റോഡിലൂടെയാണ്. അങ്ങനെ നമ്മളിതാ മെയിൻ റോഡ് പ്രതീക്ഷിക്കുന്നു. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് NH66 സർവീസ് റോഡിലാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആകാറ്. എന്തായാലും ഇവിടെയൊക്കെ ടാറിങ് വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഫുള്ളി ടാറിങ് അല്ല, ഹാഫ് ടാറാണ്. ചില ഭാഗത്തൊക്കെ നമുക്ക് ക്ലിയർ അല്ലെന്ന് കാണാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മളുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആകാറായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സർവീസ് റോഡിൽ നിന്ന് നേരെ നമ്മളിത് NH66 പ്രവേശിച്ചു. നമ്മുടെ കുന്നുമൂലം ജംഗ്ഷനിൽ വെച്ച് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റം വന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സ്ട്രീറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പഴയ ഓർമ്മകളുണ്ടാവും, പിന്നെ നമ്മുടെ ഈ വീഡിയോയിലുണ്ടാവും. എന്നാലും ഈ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മ ഈ കാണുന്ന കാഴ്ച ആയിരിക്കില്ല, നല്ല രീതിയിലുള്ള മാറ്റം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ NH66 അപ്ഡേഷൻ ഉണ്ടാവും. താങ്ക് യു.